അത് മൂന്നാർ പഞ്ചായത്തിലേക്ക് ആദ്യമൊന്ന് പോയി വരാം. അവിടെ സോണിയാഗാന്ധിയാണ് BJPയുടെ സ്ഥാനാർത്ഥി. കോൺഗ്രസുകാർ പേടിക്കേണ്ട, പറയുന്നത് AICC മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെക്കുറിച്ചല്ല, നല്ലതണ്ണിയിലെ സോണിയാഗാന്ധിയെക്കുറിച്ചാണ്. പ്രിയ നേതാവിനോടുള്ള ആരാധന കൊണ്ട് രക്ഷിതാക്കളിട്ട പേരാണ് ഈ സ്ഥാനാർത്ഥിയെ ശ്രദ്ധേയയാക്കുന്നത്. കോൺഗ്രസിനെതിരെ CPIM-നായി പ്രചരണത്തിന് കോട്ടയത്തൊരു രാഹുൽ ഗാന്ധിയും രംഗത്തുണ്ട് എന്ന വസ്തുത മറക്കേണ്ടതില്ല. താമരചിഹ്നം സോണിയാഗാന്ധി. ആ ചേർച്ചക്കുറവാണ് മൂന്നാർ പഞ്ചായത്ത് നല്ലതണ്ണി വാർഡിലെ BJP സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത. നല്ലതണ്ണി കല്ലാറിലെ തൊഴിലാളിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ദുരൈരാജിന്റെ മകളാണ് സോണിയാഗാന്ധി. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയോടുള്ള ആരാധനയാണ് മകൾക്ക് ആ പേര് നൽകാൻ ദുരൈരാജിനെ പ്രേരിപ്പിച്ചത്. പക്ഷേ സോണിയയുടെ കല്യാണം കഴിഞ്ഞതോടെ കഥ മാറി. അച്ഛന്റെ കൈവിട്ട് ഭർത്താവിന്റെ താമര സ്വീകരിച്ച സോണിയാഗാന്ധി BJP സ്ഥാനാർത്ഥിയായി. என்னோட அப்பாவுக்கு வந்து UDF மேலே கொஞ்சம் இல்லை, நிறையவே அவருக்கு ஆசை. அதனால அவர் சின்ன வயசாக இருக்கும்போது எனக்கு இந்த பேரை வச்சுட்டாங்க. என்னோட பேர் சோனியா காந்தி தான். எங்கள் அப்பா வச்ச பேர். எங்கள் குடும்பத்தில் எல்லாருமே காங்கிரஸ்க்குள்ள ஆளுங்க தான். இப்போ வந்து என்னோட ஹஸ்பண்ட் வந்து BJPயில் இருக்காங்க. அவங்க BJPயில் இருக்கனால அவருக்காக சப்போர்ட்டிவாக நானும் இருக்கேன். அதனால இந்த சோனியா காந்தி என்ற நான் BJPயில் മത്സരിக்கிறேன். സോണിയാഗാന്ധിയുടെ ഭർത്താവ് സുഭാഷ് BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയാണ്. കോൺഗ്രസിലെ മഞ്ജുള രമേശും CPIM-ലെ വലർമതിയുമാണ് നല്ലതണ്ണിയിൽ സോണിയാഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥികൾ. മൂന്നാറിൽ സോണിയാഗാന്ധിയെങ്കിൽ കോട്ടയത്ത് നിന്ന് രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന്റെ എതിരാളി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ സാക്ഷാൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച അതേ രാഹുൽ ഗാന്ധി. വെറും അപരനല്ല എരുമേലി മുട്ടപ്പള്ളി സ്വദേശിയായ രാഹുൽ ഗാന്ധി. ആദിവാസികളുടെ പാട്ടും സംസ്കാരവും എന്ന വിഷയത്തിലെ ഗവേഷണ വിദ്യാർത്ഥിയും നാടൻപാട്ട് കലാകാരനുമാണ്. മുളവെട്ടാൻ പോയതാണ് അങ്ങോരു മലയിലേക്ക് നമ്മുടപ്പൻ മുളവെട്ടാൻ പോയതാണ്. കോട്ടയം എരുമേലി മുട്ടപ്പള്ളി കുഞ്ഞുമോൻ ഇളയാനിത്തോട്ടം ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഗാന്ധി കുടുംബത്തോടുള്ള ആരാധന കൊണ്ടാണ് മൂത്ത മകന് രാഹുൽ ഗാന്ധിയെന്നും ഇളയമകന് രാജീവ് ഗാന്ധിയെന്നും പേരിട്ടത്. പക്ഷേ രാഹുൽ ഗാന്ധി നടന്നത് ഇടതോരം ചേർന്ന്. പേരിലെ കൗതുകം തലവേദനയായപ്പോൾ ടീച്ചർ ഇടപെട്ട് രാഹുലിനെ ഗാന്ധി മാറ്റി കൊച്ചാപ്പിയാക്കി. പിന്നീട് രാഹുൽ കൊച്ചാപ്പി വീണ്ടും രാഹുൽ ഗാന്ധിയായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ. ഇക്കുറി രാഹുൽ മത്സരരംഗത്തില്ല. എന്നാൽ തുടി എന്ന കലാസാംസ്കാരിക കൂട്ടായ്മയിലൂടെ ഇടത് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിൽ സജീവമാണ്. ഇനി മത്സരിക്കുമോ എന്ന ചോദ്യത്തോട് രാഹുൽ ഗാന്ധിയുടെ മറുപടി ഇങ്ങനെ: ഇനിയൊരു അംഗത്തിന് ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി, രാഹുൽ ഗാന്ധി കേരളത്തിന്റെ സാംസ്കാരിക മണ്ണിൽ ഒരു മത്സരാർത്ഥിയായി വന്നാൽ തുടർന്നും രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു രാഹുൽ ഗാന്ധിയായി, ഈ മണ്ണിന്റെ രാഹുൽ ഗാന്ധിയായി മത്സരിക്കാൻ ഞാൻ ഉണ്ടാവും എന്നുകൂടി സ്നേഹപൂർവ്വം സൂചിപ്പിക്കും. 2019 തെരഞ്ഞെടുപ്പിൽ 2187 വോട്ടുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധി നേടിയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.